ഇപ്പോൾ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ജാനകി വിചാരിച്ചതുപോലെ തമ്പിയും സൂര്യനാരായണനും കൂടി ഒരുമിച്ച് കണ്ടു. അവരെ ആ ഒരു അപർണയുടെയും അജയുടെയും വിവാഹത്തിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ആ വിവാഹം നടത്താം, ഉടനെ തന്നെ നടത്താം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിവാഹത്തിനുള്ള ഒരു ഒരുക്കത്തിലാണ് സൂര്യനാരായണനും തമ്പിയും. എന്നാൽ ഈ ഒരു സമയം ഈ ഒരു സമയത്ത് തമ്പി തന്റെ മനസ്സിൽ സൂര്യനാരായണൻ പോയതിനു ശേഷം തന്റെ ആ ഒരു ശത്രുവിനെ തകർക്കാൻ വേണ്ടിയിട്ട് അളകാപുരി തറവാടിനെ തന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും സൂര്യനാരായണനോ ആർക്കും മനസ്സിലായിട്ടില്ല. ഈ ഒരു സമയത്ത് ജാനകി ഭയങ്കര സങ്കടത്തിലാണ്. കാരണം അജയ്ക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണ്, അജയ്ക്ക് മറ്റൊരു പ്രണയമുണ്ട് എന്ന് ജാനകിയോട് പറഞ്ഞപ്പോൾ ജാനകിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു അപർണയും അജയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചത് തന്നെ, അതിന് മുൻകൈ എടുത്തത് തന്നെ ജാനകിയാണ്. ആ ഒരു സാഹചര്യത്തിൽ അജയ്ക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തമ്പിയോട് സംസാരിക്കേണ്ടി വരും. അപ്പോൾ തന്നെ മനഃപൂർവ്വം ചതിച്ചതാണ്, തന്റെ വീട്ടുകാരെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഒരു നാടകം ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തമ്പിയുടെയും സൂര്യനാരായണന്റെയും ശത്രുത കുറച്ചുകൂടി കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലാണ്. ഈ ഒരു സമയം ശരണിന്റെ ആ ഒരു ബന്ധം അറിഞ്ഞതിന് ശേഷം ഭയങ്കര സങ്കടത്തിലായിരുന്നു അമൃത. അങ്ങനെ ശരണിന്റെ അനിയത്തിയെ ശരണ്യെ വിളിച്ചു വരുത്തി. അങ്ങനെ ശരണ്യോട് ശരണിന്റെ ക്രെഡിറ്റ് കാർഡിന്റെ ഹിസ്റ്ററി എല്ലാം കാണിച്ചു കൊടുത്തു. എന്നിട്ട് ജസികയും ശരണും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട് എന്നൊക്കെ ശരണ്യോട് പറയുകയും അങ്ങനെ ശരണ്യയും അമൃതയും കൂടി ചേർന്ന് നേരെ ജസികയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ജസികയുടെ വീട്ടിലോട്ട് പോയി ആ ഒരു സമയത്ത് ജസികയുടെ ഭർത്താവാണ് പുറത്തോട്ട് ഇറങ്ങി വന്നത്. എന്നിട്ട് ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ശരണിന്റെ വൈഫാണ് ഞാനെന്നൊക്കെ പറയുമ്പോൾ അവർ ബഹുമാനത്തോടെ അകത്തോട്ട് കയറിയിരിക്കാൻ വേണ്ടി പറയുവാണ്. എന്നാൽ അവിടെ നടന്ന സംഭവങ്ങൾ, ജസികയും ശരണും തമ്മിൽ മറ്റൊരു ബന്ധമുണ്ടെന്നും അവര് ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട്, എന്റെ ജീവിതം തകർത്തു, അന്ന് ഇതേപോലെ ജസിക വന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, അങ്ങനെ ജസിക കാരണമാണ് ഞാനിപ്പോൾ എന്റെ വീട്ടിൽ നിന്നും എന്റെ ഭർത്താവിൽ നിന്നും അകലേണ്ടി വന്നത് എന്നൊക്കെ അവിടെ ജസികയുടെ ഭർത്താവിനോട് അമൃത പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് അയാൾ തയ്യാറായില്ല. അയാൾ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ട്, ശരണും ജസികയും തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്, എനിക്ക് നല്ലതുപോലെ അറിയാം, എനിക്ക് എൻ്റെ ഭാര്യ ഒരിക്കലും വിശ്വാസക്കുറവില്ല, എനിക്ക് അവളെ ഒരു പൂർണ്ണ വിശ്വാസമാണ്, എനിക്കൊരു സംശയവുമില്ല, ഇനി നിങ്ങൾക്കാണ് എന്തെങ്കിലും പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ അയാളും നമ്മുടെ അമൃതയും തമ്മിൽ വലിയൊരു വഴക്കാവുന്നുണ്ട്. അവസാനം ശരണ്യ അമൃതയും പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്. എന്തായാലും ഈ ഒരു പ്രശ്നം വലുതാക്കണ്ട, ഇനി വാ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്. ഇനി ഇത് മറ്റൊരു പരിഹാരം നമുക്ക് കണ്ടുപിടിക്കാം, എന്തായാലും ശരണ്യേട്ടനെ കാണാം എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമൃതയുടെ ശരണിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജാനകി അവിടെ ഭയങ്കര ടെൻഷനിലാണ്. തന്റെ ശത്രുവിന്റെ മകളെയാണ് കല്യാണം ആലോചിച്ച് തന്റെ കുടുംബത്തിലോട്ട് മരുമകളായിട്ട് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചത്. എന്നാൽ ആ മരുമകളായിട്ട് കൊണ്ടുവരാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല, അജയ്ക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണ് എന്നൊക്കെ ജാനകി അറിഞ്ഞപ്പോൾ ജാനകിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇത് എന്തായാലും അബിയോട് പറയണം. പക്ഷെ അബിയോട് എങ്ങനെ പറയും? ഞാനാണ് ഈ ഒരു കല്യാണത്തിന് മുൻകൈ എടുത്തത്, അബി സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അബിനി എന്നെ ഇനി എന്ത് പറയും എന്നൊക്കെ എനിക്ക് അറിയത്തില്ല എന്നൊക്കെ ടെൻഷനോടെ അബിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയെങ്കിൽ പോലും അബിയുടെ മുഖം കണ്ടപ്പോൾ ജാനകിക്ക് പേടി കൊണ്ട് പറയാൻ പറ്റിയില്ല. അങ്ങനെ തന്റെ പൊന്നുവിന്റെ സ്കൂളിൽ പോകണം, പൊന്നു ഒരുപാട് ആഗ്രഹിച്ചു, പൊന്നുവിന്റെ പാരന്റ്സ് മീറ്റിംഗ് വരുവാണ്, അപ്പൊ പൊന്നുവിന്റെ സ്കൂളിൽ പോയി അബിയേട്ടൻ മീറ്റിങ്ങിന് പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആ ഒരു വിഷയത്തിൽ നിന്നും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, വിഷയത്തിൽ നിന്നും മാറാൻ വേണ്ടിയിട്ട് ജാനകി ശ്രമിക്കുകയാണ്. പക്ഷേ ജാനകിയുടെ മുഖം കണ്ടപ്പോൾ അബിക്ക് മനസ്സിലായി വേറെ എന്തോ ജാനകിക്ക് പറയാനുണ്ടെന്ന്. അങ്ങനെ ജാനകിയും കെട്ടിപ്പിടിച്ച് അബി റൂമിൽ ഇരിക്കുന്ന സമയത്ത് ജാനകി മനസ്സിൽ അബിയെ കെട്ടിപ്പിടിച്ച് ഇരിക്കുമ്പോൾ ജാനകി മനസ്സിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അജയ്ക്ക് മറ്റൊരു പ്രണയമുണ്ട്, ഇതെങ്ങനെ ഞാൻ അബിയേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ അബിയേട്ടൻ എങ്ങനെ അത് പ്രതികരിക്കും എന്നൊക്കെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അബി പറയുന്നത്, നിനക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിന്നെ ഞാൻ ഇതുപോലെ ചേർത്ത് നിർത്തും, എന്തിനും ഏതിനും നിന്റെ കൂടെ കാണും. അപ്പൊ ജാനകി ചോദിക്കുന്നുണ്ട്, ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം അബിയേട്ടൻ എങ്ങനെ മനസ്സിലായി? അതെനിക്ക് മനസ്സിലാവും, നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ജാനകിക്ക് വേണ്ടിയിട്ട് അജയുടെ ജീവിതത്തിലോട്ട് അപർണ വരുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു തടസ്സമുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് ജാനകിയുടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് അബി ശ്രമിക്കുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും അപർണയും അജയും തമ്മിലുള്ള വിവാഹത്തിന് ഒരു തടസ്സമുണ്ടെന്ന് ജാനകിക്ക് മനസ്സിലായി. പക്ഷേ ഈ ഒരു സത്യം ആരോടും തുറന്നു പറയാൻ പറ്റത്തില്ല. എന്നാൽ എല്ലാം കൂടി ജാനകിയുടെ തലയിലായിരിക്കും വന്ന് വീഴാൻ പോകുന്നത്. ഇനി ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ജാനകിയും അബിയും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റ ബൈ.